കദളി കൂമ്പിൽ ചെറുതുമ്പിയായി തേനുണ്ണുവാ ആന കേറാമേട്ടിൽ ഇനിയായിരത്തിരി കൊളുത്താ ഇനിയും ഈ കഥകളിൽ ഇളവേൽക്കാൻ മോഹം. അവന്റെ മുഖത്തെ ദേഷ്യം മാറി ഭയം നിറഞ്ഞു. ശക്തിയുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ കണ്ണടച്ച് കരയുകയാണ്. വേദന കൊണ്ടോ തന്നെയുള്ള പേടി കൊണ്ടോ കണ്ണു തുറന്ന് നോക്കുന്നില്ല. ഒഴുകിയിറങ്ങുന്ന കണ്ണുകൾ കണ്ട് അവന്റെ മനസ്സൊന്ന് പിടച്ചുപോയി. അവൻ ശക്തി അരയിലൂടെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. ഇതെന്തു പറ്റിയതാ? അവൻ ശക്തിയുടെ കൈ പിടിച്ച് അവളുടെ മുഖത്തേക്ക് നോക്കി ആകുലതയോടെ ചോദിച്ചു. ശക്തിക്കൊന്നും പറയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അവനോടുള്ള പേടിയും തള്ളിയിട്ടിയതും ആക്സിഡന്റ് ഉണ്ടായതെല്ലാം കൂടെ അവൾ ആകെ തളർന്നു പോയിരുന്നു. വാവേ പറ, എങ്ങനെ പറ്റിയതാ? അവൻ ശക്തിയുടെ താടി പിടിച്ച് മെല്ലെ ഉയർത്തി. മുഖത്ത് ചോര കിനിഞ്ഞ് അടിച്ച പാടുകൾ കണ്ട് അവന്റെ ചങ്ക് പിടച്ചുപോയി. ശക്തി ഒന്നും പറയാതെ അവന്റെ നെഞ്ചിലേക്ക് ചാരി ഒരു കൈ കണ്ട് അവനെ ചുറ്റിപ്പിടിച്ച് നിന്നു. ശിവ പെട്ടെന്നുള്ള അവളുടെ പ്രവൃത്തിയിലൊന്നും തരിച്ചുപോയി. പിന്നെ അവളൊരു കൈ കൊണ്ട് നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു. മറുകൈ അവളുടെ മുറിവ് പറ്റിയ കയ്യിലായിരുന്നു. മാളു, എന്തു പറ്റിയതാ ഇത്? അത് ശിവേട്ട. ഓ, അതൊന്നുമില്ല ശിവ. ശക്തി ശ്രദ്ധിക്കാതെ നടന്നുകൊണ്ടൊരു കാർ ഇടിക്കാൻ വന്ന മാളു പറയുന്നതിന് മുമ്പേ ശോഭ പറഞ്ഞു. മാളു കണ്ടുപിടിച്ച് അവരെ ദേഷ്യത്തോട് നോക്കി. വാവാച്ചി ശ്രദ്ധിക്കാതെ നടന്നിട്ടൊന്നുമില്ല ശിവേട്ട. ഞങ്ങൾ റോഡിന്റെ സൈഡിൽ നിൽക്കായിരുന്നു. ഒരു കാർ മനഃപൂർവ്വം ഇടിക്കാനായി പോയതാ. വാവാച്ചി പേടിച്ച് ബാക്കിലേക്ക് നീങ്ങിയപ്പോൾ കൈകുത്തി വീണുപോയതാ. കൈമുട്ടിന്റെ അവിടെ പൊട്ടിയിട്ടുണ്ട്. പിന്നെ കൈയിന്റെ താഴേക്ക് ചെറിയ ചതവുണ്ട്. ഒഴിഞ്ഞ് കെട്ടേണ്ടി വരുന്നാ പറഞ്ഞത്. ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയതുകൊണ്ടാ വരാൻ നേരം വൈകിയത്. ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു. ഞങ്ങൾ നേരത്തെ ഇറങ്ങാൻ നിന്നാ. ശോഭയാനിയും മഞ്ജുവും കൂടിയാ ഇത്രയും സമയം വൈകിപ്പിച്ചേ. ശിവ മഞ്ജുവിനെയും ശോഭയും ദേഷ്യത്തോടെ നോക്കി. ആ, ഇനിയെല്ലാം ഞങ്ങളുടെ മേലെ ഇട്ടോ. അതാണല്ലോ പതിവ് ഇവിടെ. അവള് കാറിടിക്കാൻ പോയത് ഞങ്ങൾ കാരനാണെന്ന് പറ. ഇനി അതിന്റെ ഉറവ് ഇവിടെ വേണ്ട. നിങ്ങൾക്ക് കറങ്ങാനും പിടിക്കാനും നിങ്ങൾ പോയാൽ മതി. ഇവളെ കൂട്ടണ്ട, മനസ്സിലായോ? ശിവ ദേഷ്യത്തോടെ അവരെ നോക്കി പറഞ്ഞു. എന്താ ശിവ, അതിന് ഞങ്ങളല്ലല്ലോ, അവരല്ലേ ആദ്യം പോകുന്നുണ്ടെന്ന് പറഞ്ഞ് ഞങ്ങൾ കൂടെ പോയതാണോ ഇത്ര വലിയ തെറ്റ്? എന്റെ മുമ്പിൽ നിന്ന് പോയിക്കോ. എന്നെ തെറ്റും ശരിയും പഠിപ്പിക്കാൻ നിൽക്കണ്ട. പിന്നീട് ശിവ മാളുവിനെ നോക്കി. എന്തുണ്ടാക്കാനാടി നിങ്ങൾ പുറത്തേക്ക് പോയത്? എന്തു വേണമെങ്കിലും ഞാൻ കൊണ്ടുപോയി വാങ്ങിത്തരില്ലേ? മാളുവിനോട് ശക്തിയുമായിട്ട് അവൻ ചോദിച്ചു. ശക്തി അവന്റെ നെഞ്ചിൽ മുഖമറുത്തി നിൽക്കുക തന്നെയാണ്. അത് ശിവേട്ട, ഞങ്ങൾ പെട്ടെന്ന് വരാന്ന് കരുതി പോയതാ. പെട്ടെന്ന് വരാന്ന് എന്നെ കൊണ്ടൊന്നും. ശിവ പറഞ്ഞു പൂർത്തിയാക്കുന്നതിന് മുമ്പേ ശക്തി അവന്റെ ദേഹത്ത് നൂർന്നു വീണു. അവൾ താഴേക്ക് വീഴുന്നതിന് മുമ്പേ ശിവ അവളെ പിടിച്ച് നെഞ്ചോട് ചേർത്ത് അവളെ കൈകളിൽ കോരിയെടുത്തു. അയ്യോ വാവേ, മോളെ, എന്താ പറ്റിയത്? ശിവ മതി, നിന്റെ വിചാരണ പിന്നെയാവും. എന്റെ മോള്, അവൾക്ക് എന്താ പറ്റിയെന്ന് നോക്കാം ആദ്യം. ലക്ഷ്മി അവനോട് കരഞ്ഞുകൊണ്ട് പറഞ്ഞു. ശിവ അവളെയും എടുത്ത് അകത്തേക്ക് കയറി. അവൻ സോഫയിലിരുന്നു. അവളെ മടിയിൽ തന്നെ നെഞ്ചോട് ചേർത്ത് വെച്ചു. അവന്റെ കണ്ണൊക്കെ നിറഞ്ഞു വന്നു. അവൻ അവളെ മുഖം പിടിച്ചു വരുത്തി കുലുക്കി വിളിച്ചു. വാവേ എണീക്ക്, നോക്കിൽ കുറച്ച് വെള്ളം എടുത്തോണ്ട് ആരേലും. ശിവ ദേഷ്യത്തിൽ അലറി. മാളു വേഗം അടുക്കളയിൽ പോയി വെള്ളം എടുത്തുകൊണ്ട് വന്നു. ശിവ അവളുടെ മുഖത്തേക്ക് വെള്ളം തളിച്ച് അവൾ വിളിച്ചുണർത്തി. ശക്തി പതിയെ കണ്ണു തുറന്നു. മുന്നിൽ നിറഞ്ഞ കണ്ണുകളോട് നിൽക്കുന്ന ശിവയെ കണ്ട് പതിയെ കണ്ണു വലിച്ചു തുറന്നു. ദേവേട്ട. അവൻ അവളുടെ കവിളിൽ കൈ ചേർക്കാൻ പോയത് ശക്തി ഒന്ന് പേടിച്ചു. തല്ലല്ലേ ദേവേട്ട, പ്ലീസ്, എനിക്ക് വേദനിക്കുക. ശിവക്ക് കണ്ണ് നിറഞ്ഞു പോയി. അവൻ അവളുടെ മുഖമാകെ ഉമ്മേണ്ടു മൂടി. എല്ലാവരുടെയും കണ്ണ് നിറഞ്ഞൊഴുകി. മഞ്ജുവും ശോഭയും ദേഷ്യം പിടിച്ചു നിന്നു. ഇതുവരെ കൊണ്ടെത്തിച്ചെല്ലാം തകർന്ന ദേഷ്യത്തിൽ അവരവിടെ നിന്നു. ലക്ഷ്മി വേഗം അവളുടെ കയ്യിൽ പിടിച്ചു. മോളെ, എങ്ങനെയുണ്ടിപ്പോ? കുഴപ്പമില്ല അമ്മേ. ശക്തി അവനെ മടിയിൽ നിന്ന് എണീക്കാൻ പോയി. ശിവ അവളെ എണീക്കാൻ സമ്മതിക്കാതെ കൈകളിൽ എടുത്തുകൊണ്ട് ആരോടും ഒന്നും പറയാൻ നിൽക്കാതെ മുകളിലേക്ക് പോയി. കയറി അവൻ ശക്തിയെ കട്ടിലിരുത്തി. ഒരു തലയിണ പിറകിൽ വെച്ച് കട്ടിലേക്ക് ഒന്നുകൂടെ ചായച്ചിരുത്തി. അവൻ തന്നെ അവളുടെ ഷോളിന്റെ പിന്നഴിച്ച് മാറ്റി മുറിവ് പറ്റിയ കൈ മെല്ലെ പിടിച്ചു നോക്കി. ശക്തി പേടികൊണ്ടോ എന്തോ അവന്റെ മുഖത്തേക്ക് നോക്കാതെ ഇരുന്നു. ശിവ ഫസ്റ്റ് എയ്ഡ് ബോക്സ് എടുത്തു വന്ന് അവളുടെ കയ്യിലെ മുറിവിന്റെ കെട്ടഴിച്ച് വേറെ ഡ്രസ്സ് ചെയ്തു. കൈ താഴേക്കെടുത്ത് മെല്ലെ അമർത്തി നോക്കി. ആ! ശക്തി വേദന കൊണ്ട് പിടഞ്ഞുപോയി. അവളുടെ കണ്ണ് നിർത്താതെ ഒഴുകിക്കൊണ്ടിരുന്നു. അവളുടെ വേദന കൊണ്ട് കരയുന്ന മുഖം കാണാനാവാതെ ശിവ ഒരു നിമിഷം കണ്ണടച്ച് നിന്നു. ഇവിടെ ഇരിക്കെ, ഞാനിപ്പോ വരാം. നിറഞ്ഞു വന്ന കണ്ണുകൾ തുടച്ച് അവൻ താഴേക്ക് പോയി. അല്പം കഴിഞ്ഞതും അവൻ കുറച്ച് മരുന്നെല്ലാം എടുത്തുകൊണ്ടുവന്ന് അവളുടെ നേരെ ഇരുത്തി കൈ ഒഴിയാൻ തുടങ്ങി. അപ്പോഴേക്കും ലക്ഷ്മിയും മാളു റൂമിലേക്ക് കയറി വന്നിരുന്നു. ശക്തി വേദന കൊണ്ട് പിടഞ്ഞുകൊണ്ടിരുന്നു. ആ, വേണ്ട ദേവേട്ട, ഒഴിയല്ലേ, എനിക്ക് വേദന സഹിക്കാൻ പറ്റണില്ല. അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു.
ഒഴിഞ്ഞു കിട്ടിയാലേ ഇത് മാറുള്ളൂ. സാറില്ല, ഇപ്പൊ കഴിയും. ശിവ അവളുടെ മുഖത്ത് നോക്കാതെ പറഞ്ഞൊപ്പിച്ചു. ശക്തി ലക്ഷ്മിയുടെ വയറിലേക്ക് മുഖം അമർത്തി കരഞ്ഞുകൊണ്ടിരുന്നു. ശിവയുടെ കണ്ണിൽ നിന്നും കണ്ണുനീര് ശക്തിയുടെ കയ്യിലേക്ക് ഇറ്റിറ്റ് വീണു. മാളവും ലക്ഷ്മിയും കൂടെ ശക്തിയുടെ തലയിൽ തലോടി അവളെ ആശ്വസിപ്പിച്ചു. കൈയൊഴിഞ്ഞ് മരുന്ന് തേച്ച് അവൻ കൈ മെല്ലെ കെട്ടിക്കൊടുത്തു. ഞാനിപ്പോ വരാം, കൈ കഴുകട്ടെ. അവൻ കൈ കഴുകാൻ ബാത്റൂമിലേക്ക് കയറി. കരഞ്ഞ മുഖം ആരും കാണാതിരിക്കാൻ വേണ്ടി അവൻ വേഗം എഴുന്നേറ്റു. ബാത്റൂമിലെത്തി കൈയും മുഖവും കഴുകി അവൻ പുറത്തേക്ക് ഇറങ്ങി. നിങ്ങൾ താഴേക്ക് പോയിക്കോ, അവൻ ലക്ഷ്മിയോട് മാളുവിനോടായി പറഞ്ഞു. അവർ ശക്തിയെ നോക്കി പുറത്തേക്ക് പോയി. ശിവയും അവരുടെ കൂടെ താഴേക്ക് പോയി. കുറച്ച് ഐസ് ക്യൂബ് എടുത്തുകൊണ്ട് വന്നു. പിന്നീട് കഥകടച്ച് ശക്തിയുടെ അടുത്തായിട്ടിരുന്നു. അതിൽ നിന്നൊരു ഐസ് ക്യൂബ് എടുത്ത് അവർ മെല്ലെ ശക്തിയുടെ കവിളിൽ വെച്ച് കൊടുത്തു. അവൾ എരിവ് വലിച്ചുകൊണ്ട് ഡ്രസ്സിൽ പിടിമുറുക്കി. അപ്പോഴും അവൾ കണ്ണു താഴ്ത്തി ശിവയെ നോക്കാതെ തന്നെ ഇരുന്നു. ശിവ അവളുടെ മുഖത്ത് നിന്ന് കണ്ണെടുക്കാതെ നോക്കി. അവൻ അവളുടെ മുഖത്തെ പാടിൽ പതിയെ ഐസ് ക്യൂബ് വെച്ച് ഒഴിഞ്ഞു കൊടുത്തു. മുഖം ചുവന്ന് കിടക്കുന്നുണ്ട്. അടിച്ച പാടൊന്ന് തിണർത്ത് പൊന്തി ചുവന്ന് കിടക്കുന്നു. അവളെ അടിക്കാൻ തോന്നിയ നിമിഷത്തെ അവൻ മനസ്സാൽ പഴിച്ചു. അവൻ അവളുടെ മുഖമൊക്കെ തുടച്ചു കൊടുത്തു. അവളെ കട്ടിൽ കിടത്തി പുതച്ചു. പിന്നീട് ബാത്റൂമിൽ കയറി ഫ്രഷായി ഡ്രസ്സെല്ലാം മാറി വന്ന് ശക്തിയെ നോക്കി. കണ്ണടച്ച് കിടക്കുകയാണെങ്കിലും കണ്ണിൻ്റെ ഇരുവശത്തു കൂടെയും കണ്ണുനീർ ഒഴുകിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. ശിവ കട്ടിലിരുന്ന് മെല്ലെ അവളുടെ മേലേക്ക് ചാഞ്ഞു. ശിവയുടെ പ്രസൻസ് അറിഞ്ഞിട്ടും ശക്തി കണ്ണു തുറന്നില്ല. അവൻ അവളുടെ കണ്ണുകൾ രണ്ടും തുടച്ചു കൊടുത്തു. കവിളിൽ പതിയെ വിരലോടിച്ചു. അവൻ്റെ കണ്ണു നിറഞ്ഞ് കണ്ണുനീർ തുള്ളികൾ അവളുടെ മുഖത്തേക്ക് പതിച്ച്. അതറിഞ്ഞ ശക്തി പതിയെ കണ്ണുകൾ തുറന്നു. പതിയെ കൈ ഉയർത്തി ശിവയുടെ കണ്ണുകൾ തുടച്ചു കൊടുത്തു. സാറില്ലേട്ടാ, എനിക്ക് വേദനയൊന്നുമില്ല. അതുകൂടെ കേട്ടതും ശിവ അവളുടെ കഴുത്തിലേക്ക് മുഖം ചേർത്ത് കരഞ്ഞുപോയി.